തമിഴ്നാട് തേനി പെരിയകുളത്ത് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാഹുൽ, അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? കോട്ടയത്തുകാരാണ് ഈ അപകടത്തിൽപ്പെട്ടത്, ഈ മരിച്ച 3 പേരും എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ? മരിച്ചത് കോട്ടയം സ്വദേശികളാണ് എന്നുള്ള സൂചന മാത്രമാണ്, അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം കോട്ടയം കുറവിലങ്ങാട് സ്വദേശിയാണ്, ഷാജി എന്നാണ്. കുറവിലങ്ങാട് സ്വദേശിയാണ് എന്ന് പറയുന്നു. ഷാജി എന്നാണ് പേര്. മരിച്ച ഒരാളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. കോട്ടയം സ്വദേശിയായിട്ടുള്ള ജയന്ത് മരിച്ചവരിൽ പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 പേരാണ് ഈ അപകടത്തിൽ ഇന്ന് പുലർച്ചെ മരണപ്പെട്ടിരിക്കുന്നത്. 4 പേർ തിരിച്ചു കോട്ടയത്തേക്ക് വരികയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതിനിടയിലാണ് ഈ പെരിയകുളത്ത് വെച്ച് മിനി ട്രാവൽ ബസ്സുമായിട്ട് അപകടമുണ്ടാകുന്നത്. ഈ ബസ്സിൽ 17 പേരുണ്ടായിരുന്നു. ആ ബസ്സും 17 പേർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരെ ഡിണ്ടുഗഡിലെ ആശുപത്രിയിലേക്കാണ്, വെത്തലകുണ്ടിലെ ആശുപത്രിയിലേക്കാണ് ഈ പരിക്കേറ്റവരെ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. അപകട കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതക്കുറവുണ്ട്. ഒരുപക്ഷെ അമിത വേഗത തന്നെയായിരിക്കാം ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ പെരിയകുളം സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അത് തന്നെ ആയിരിക്കാം ഈ അപകടത്തിന് കാരണവും അല്ലെങ്കിൽ വഴി വെച്ചത് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ പ്രാദേശിക ലേഖകരും നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു അപകടത്തിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാറിലുണ്ടായിരുന്ന മരിച്ച 3 പേരും കോട്ടയം സ്വദേശികൾ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.